ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഹിന്ദി ചേംബർ. ഞാൻ ബാബു എൻ പനക്കൽ. ഇന്ന് നമ്മൾ കേരള സിലബസ് 11ാം ക്ലാസ്സിലെ ഹിന്ദി ഇക്കായി 3 ചാപ്റ്റർ 9 ആനന്ദ് കി ഫുൽച്ചടിയാം ശ്രീ അനന്ത് ഗോപാൽ ഷേവടെ. ആനന്ദ് കി ഫുൽച്ചടിയാം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ചാപ്റ്റർ വളരെ ലെങ്തി ആയതുകൊണ്ട് നമ്മൾ ഇത് 3 പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. അതനുസരിച്ച് പാർട്ട് 1, പാർട്ട് 2 ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അടുത്തത് പാർട്ട് 3 ആയിട്ട് അതിൻ്റെ ബാക്കിയുള്ള ഭാഗം നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ക്ലാസ്സിൻ്റെ ഒരു പ്രത്യേകത പറയാം. ഒരു അധ്യാപകന്റെ മുമ്പിലിരുന്ന് എപ്രകാരമാണോ ഹിന്ദി പഠിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് വയ്ക്കുക, കയ്യിൽ ഒരു പേനയോ പെൻസിലോ കരുതുക. അപ്പോൾ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ക്ലാസ് എടുക്കുന്നത് വേർഡ് ബൈ വേർഡ്, സെന്റൻസ് ബൈ സെന്റൻസ്, മലയാളത്തിൽ അതിൻ്റെ മീനിങ് പറയും. അറിയാൻ വയ്യാത്ത വേർഡ് ഉണ്ടെങ്കിൽ അണ്ടർലൈൻ ചെയ്യുക, മുകളിൽ അതിൻ്റെ മീനിങ് എഴുതിയെടുക്കുക. അപ്പോൾ ഈ ക്ലാസ് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഈ ക്ലാസ് പ്രയോജനം ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് അതിൻ്റെ 3rd പാർട്ടിലേക്ക് കടക്കാം. ടഹറു ടഹറു ടിക്കറ്റ് ബാബു കഹത്തെ ജാ രഹേ ഥേ. നിക്ക് ആ ടിക്കറ്റ് കൗണ്ടറിലെ ജോലിക്കാരൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. और पसीना पोंछते पोंछते एक एक आदमी को निपटाते जा रहे थे. വിയർപ്പ് തുടച്ചുകൊണ്ട് ഓരോ മനുഷ്യരെയും ഡീൽ ചെയ്ത് കൊണ്ടിരുന്നു. और उधर गाड़ी आने का वक्त हो रहा था. വണ്ടി വരാനുള്ള സമയം അടുത്തിരുന്നു. लोगों का धीरज छूटने लगा. ആളുകളുടെ ധൈര്യം കൈവിട്ടുപോയി. താനേ കശി ശുരു ഹുയി. പരിഹാസ വാക്കുകൾ പറയാൻ തുടങ്ങി. अरे भैया दक्षिणा चढ़ाओ तब जल्दी टिकट मिलेगा. एक बोले. ടിക്കറ്റ് എടുക്കാൻ നിന്ന ഒരാൾ വിളിച്ചു പറയാണ്, ആ സഹോദര, ദക്ഷിണ കൊടുക്കണം അഥവാ കൈക്കൂലി കൊടുക്കണം, എന്നാലേ ടിക്കറ്റ് വേഗം തരുവുള്ളൂ. ഒരാൾ പറഞ്ഞു. ബഡി ഇൻഎഫിഷ്യൻസി ഹേ ഏക് സ്യൂട്ട് പഹനെ ഹുയെ സാഹബ് നെ ഫർമായ. ഒരു സ്യൂട്ടൊക്കെ ഇട്ട നല്ല ഒരു യുവാവ് പറയുകയാണ്, ഓ അയാൾ ഒരു എഫിഷ്യൻ്റ് ആണ് എന്ന് പറഞ്ഞു. ഹം സ്റ്റേഷൻ മാസ്റ്റർ സെ ശിക്കായത്ത് കരേ. തീസരേനെ ധമക്കായ. മൂന്നാമത്തെ ആള് ഒരു ഭീഷണി, ഞങ്ങളെ ഒന്ന് സ്റ്റേഷൻ മാസ്റ്റർ അടുത്ത് കംപ്ലൈന്റ് ചെയ്യും കേട്ടോ. ലേക്കിൻ ടിക്കറ്റ് ബാബു ഇൻ ബാത്തോं को सुना अनसुना करके अपना काम करते रहे. എന്നാൽ ആ ടിക്കറ്റ് ബാബു, ടിക്കറ്റ് കൗണ്ടറിൽ ടിക്കറ്റ് കൊടുക്കാനിരിക്കുന്ന ആ ജോലിക്കാരൻ ഇവരുടെ ഈ കമന്റുകളൊന്നും കേൾക്കുകയോ കേൾക്കാതിരിക്കുകയോ ചെയ്യുന്നില്ല. പുള്ളിയുടേതാകുന്ന ജോലി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കബി കബി നാരാജി ഹോ ജാത്തെ തോ അപ്പനി നാരാജി ജോ താനെ കസ് രഹേ ഥേ ഉനേം ടിക്കറ്റ് ദർ സേ ദേക്കർ നിക്കാൽനെ കി കോശിഷ് കർനെ ലഗി. ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്ക് അങ്ങ് ദേഷ്യം വരും. ആ ദേഷ്യം വരുന്ന സമയത്ത് പരിഹസിക്കുന്നവർക്ക് മാത്രം പുള്ളി ടിക്കറ്റ് കൊടുത്ത് അവരെ അങ്ങ് കാലിയാക്കും. മെയിം പാസ് ഹി കടാഥ. ലേഖകൻ തൊട്ടടുത്ത് തന്നെ നിപ്പുണ്ടായിരുന്നു. ടിക്കറ്റ് ലേന ബാക്കി ഹീഥ. ലേഖകനായിരുന്നു ഇനി ടിക്കറ്റ് എടുക്കാൻ ഉണ്ടായിരുന്നത്. മേനെ അപ്പനെ പാസ് കി മുസാഫിറോം സെ ധീരെ സെ കഹ. ഞാൻ എൻ്റെ അടുത്ത് നിന്ന യാത്രക്കാരോട് പതുക്കെ പറഞ്ഞു, जरा टहरिए भाई साहब, अल्पम वेट ही सहोदര. देखिए बेचारा बाबू कितना फोम से रहा है. ദേ നോക്കിക്ക്, ആ മനുഷ്യൻ, ആ സാറ് എത്ര തിരക്ക് പിടിച്ചാണ് ആ ജോലി ചെയ്യുന്നത്. इस लड़ाई ने रेलवे कर्मचारियों पर तो बेहद काम का बोझ डाल दिया है. ഈ ജോലിക്ക്, ഈ യുദ്ധത്തിന്റെ ഈ കാലഘട്ടത്തിൽ റെയിൽവേ കർമ്മചാരികൾ ധാരാളം ജോലി ഭാരമാണ് അദ്ദേഹത്തിൽ ഏർപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. ജിസ്മേ ഛോട്ടെ ഛോട്ടെ ക്ലർക്കോം കാ തോ മർനാ ഹെ. ഈ ജോലിയിൽ ചെറിയ ചെറിയ ക്ലർക്കന്മാർക്കാണ് കൂടുതൽ ബുദ്ധിമുട്ട്.
उस गरीब ടിക്കറ്റ് ബാബു पर इन शब्दों का अजीब असर पड़ा. ലേഖകന്റെ ഈ വാക്കുകൾ ആ പാവം ടിക്കറ്റ് ബാബുവിന് ഒരു പ്രത്യേക അട്രാക്ഷൻ തോന്നി. कुछ पूछिए मत बाबू साहब, उसने सिर पर से टोपी उतारते हुए कहा. कुछ पूछिए मत बाबू साहब. ആ ഒന്നും ചോദിച്ചിട്ട് കാര്യമില്ല സാബ്. അയാൾ തലയിൽ നിന്ന് ആ തലപ്പാവ് എടുത്തിട്ട് പറഞ്ഞു. ഐസി പിസായി ഹി രഹി ഹേ കി ഹിസാബ് നഹീം. ഇങ്ങനെയുള്ള ഐസി പിസായി ഹോ രഹി ഹേ, ഒത്തിരി ഒത്തിരി ഹാർഡ് വർക്ക്, കഠിനാധ്വാനം ചെയ്യുന്നതിന് ഒരു കണക്കുമില്ല. കമ്പനി സേ സ്റ്റാഫ് ബഡാനെ കെ ലിയെ കഹാ തോ നാ മേ ജവാബ് ആയ. കമ്പനിയോട് കൂടുതൽ സ്റ്റാഫിനെ വേണമെന്ന് പറഞ്ഞിട്ട് അവർ രക്ഷയില്ല എന്ന് പറയുകയും ചെയ്തു. മഹങ്കായി ഭത്തെ കെ ലിയെ ദർഖ്വാസ്ത് ദി തോ കഹത്തെ ഹേ വിചാർ കരേങ്കി. വിലക്കയറ്റവും മറ്റും ഇല്ലാതെ വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിവേദനം കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, ആ വേണ്ട പോലെ ചിന്തിക്കാം, വേണ്ട പോലെ കൈകാര്യം ചെയ്യാം എന്ന് പറഞ്ഞു. ബഡി മുസീബത്ത് ഹേ, വലിയ പ്രയാസം തന്നെയാണ്. ഖൈർ, ആപ്കോ കഹാൻ ജാനാ ഹേ ബാബു സാബ്. അവസാനം അദ്ദേഹം ചോദിച്ചു, ആ സാർ എങ്ങോട്ടാണ് പോകേണ്ടത്? മുझे उसने फौरन टिकट दे दिया और उसी हो हल्ले में पूछा, आप यहाँ रहते हैं? मैंने कहा हाँ. പെട്ടെന്ന് ടിക്കറ്റ് കൊടുത്തു. ആ ബഹളത്തിനിടയിൽ അദ്ദേഹം എന്നോട് ചോദിച്ചു, അങ്ങ് ഇവിടെയാണോ താമസിക്കുന്നത്? मैंने कहा, ഞാൻ ഉടനെ പറഞ്ഞു അതെ. लौटकर जरूर दर्शन दीजिएगा, उसने वहीम से नमस्कार करते हुए कहा और उत्साह से खड़ाखट निकट काटकर भीड़ छांडना शुरू कर दिया. എന്നിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു, തിരിച്ചു വരുമ്പോൾ എന്നെ കാണാൻ മറക്കരുത് എന്ന് പറഞ്ഞിട്ട് നമസ്കാരവും പറഞ്ഞ് അയാൾ വിട്ടു. ഉത്സാഹവും വളരെ താല്പര്യത്തോടും കൂടി വളരെ വേഗത്തിൽ പുള്ളിയുടെ ജോലികൾ പുള്ളി ആരംഭിച്ച് ആ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടു. छोटी सी घटना है लेकिन एक सबक सिखाती है. വളരെ ചെറിയൊരു സംഭവമാണെങ്കിലും അതിൽ നിന്നൊരു പാഠം പഠിക്കാനുണ്ട്. बात तो सच्ची की टिकट बाबू का काम बहुत बढ़ गया था. ടിക്കറ്റ് ബാബുവിന്റെ ജോലി വളരെ പ്രയാസമേറിയതായിരുന്നു, തിരക്കുള്ളതായിരുന്നു. युद्ध के कारण सभी महकमी का यही हाल है. യുദ്ധം കാരണത്താൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഇതേ അവസ്ഥ തന്നെയാണ്. जिन्होंने ताने कसे उनके खिलाफ उसका दिल कड़ा हो गया है. ആര് എങ്ങനെയാണോ പരിഹസിച്ചത് അവർക്കെതിരായിട്ട് അവന്റെ മനസ്സിൽ കടുത്ത ആ വിരോധമുണ്ട്. मैंने സഹാനുഭൂതി ദർശായി तो उसका हृदय मोम सा हो गया. ഞാൻ അല്പം ദയവ് കാണിച്ചപ്പോൾ അയാളുടെ മനസ്സ് മോം സാ ഹോ ഗയ, വളരെ മെഴുകുപോലെ അത് അലുത്തുപോയി എന്ന് പറഞ്ഞാൽ എല്ലാവരോടും ദേഷ്യം ഉണ്ടായിരുന്ന അയാളുടെ മനസ്സ് അല്പം റിലാക്സ് ആയി, സോഫ്റ്റ് ആയി തീർന്നു. और उसने केवल मुझे ही नहीं बल्कि दूसरों को भी जल्दी जल्दी टिकट देना शुरू किया. അദ്ദേഹം എന്നോട് മാത്രമല്ല വളരെ പെട്ടെന്ന് എല്ലാവർക്കും ടിക്കറ്റ് കൊടുക്കാനായിട്ട് ഒരുക്കി. സഹാനുഭൂതി के उन थोड़े से शब्दों ने उसे नई ताकत दी. സഹാനുഭൂതിയുടെ ഈ ശബ്ദം, ചെറിയ ഈ വാക്ക് അദ്ദേഹത്തിന് പുതിയ ഒരു ഉണർവും ഉന്മേഷവും ഉണ്ടാക്കി. मेरे शब्द महज उसे खुश करने के लिए नहीं कह गए थे. എന്റെ ശബ്ദം കേവലം അയാളെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം ഉള്ളതായിരുന്നില്ല. സച്ചേ ഹൃദയ സേ നികലെ थे. ശരിക്കും ഹൃദയത്തിൽ നിന്നും പുറത്തേക്ക് വന്ന ശബ്ദമായിരുന്നു അത്. और वह बाबू भी उस सच्चाई को समझ गया. ആ സാറ് അതിലെ സത്യസന്ധത മനസ്സിലാക്കി. उस पर उनका तुरंत असर हुआ. പെട്ടെന്ന് അദ്ദേഹത്തിൽ ഒരു മാറ്റമുണ്ടായി. हो सकता है उसके मन को उन शब्दों से कुछ सांत्वना मिली हो. എനിക്ക് തോന്നുന്നു എൻ്റെ വാക്കുകൾ
അയാളുടെ മനസ്സിനൊരല്പം സാന്ത്വന ലഭിച്ചിട്ടുണ്ടാവാം. അവർ മുझे क्या कीमत देनी पड़ी, എനിക്ക് എന്ത് വില കൊടുക്കേണ്ടി വന്നു? കുച്ച് നഹി, ഒന്നും കൊടുക്കേണ്ടി വന്നില്ല. വെറും ഒരു വാക്ക് മാത്രം കൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുവാൻ എനിക്ക് സാധിച്ചു എന്ന പാഠമാണ് ഞാൻ ഇതിൽ നിന്ന് പഠിച്ചത്. एक बार में बैंक में अपना हिसाब खोलने के लिए गया. ഒരിക്കൽ ഞാൻ ഒരു ബാങ്കിൽ എൻ്റെ കണക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞാൻ ചെന്നു. ക്ലർക്ക് മുझसे സവാൽ പൂछता जाता था. ക്ലർക്ക് എന്നോട് ഓരോ ക്വസ്റ്റ്യൻസും ചോദിച്ചുകൊണ്ടിരുന്നു. അവർ പാസ്ബുക്ക് മേം ദർജ് കർത്താ जाता था. പാസ്ബുക്കിൽ അവർ രജിസ്റ്റർ ചെയ്തുകൊണ്ട് പാസ്ബുക്കിലേക്ക് പതിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. मैंने देखा उसके अक्षर पर असल बहुत अच्छे हैं, दरअसल बहुत अच्छे हैं. അവരുടെ ഹാൻഡ് റൈറ്റിംഗ് വാസ്തവത്തിൽ വളരെ ഭംഗിയുള്ളതായിരുന്നു. मैंने फौरन कहा, ഞാൻ പെട്ടെന്ന് പറഞ്ഞു, जरा पासबुक दिखाइए तो, ആ പാസ്ബുക്ക് ഒന്ന് കാണിക്കാമോ? आपकी लिपि बहुत सुंदर दिखती है. താങ്കളുടെ ഹാൻഡ് റൈറ്റിംഗ് വളരെ മനോഹരമാണല്ലോ. और उसे नजदीक से देखकर मैंने कुछ मन ही मन और जोर से कहा, ब्यूटीफुल. ഞാനത് നോക്കി എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അപ്പോൾ ഒരു വാക്ക് വന്നു, ബ്യൂട്ടിഫുൾ, മനോഹരം. ഉസ് ക്ലർക്ക് का चेहरा प्रसन्नता से खिल उठा. ആ ക്ലർക്കിന്റെ മുഖം സന്തോഷം കൊണ്ട് പുഞ്ചിരി വിടർത്തി. बैंक के रूखे आंगड़ा से മാഥാപ്പച്ചി करते करते उसका तमाम दिन बीतता था. ആ ബാങ്കിന്റെ പരുഷമായിട്ടുള്ള ഒരു കാര്യങ്ങളും കൊണ്ട് അവർ ആലോചിച്ച് ദിവസം മുഴുവനും ഇങ്ങനെ ചെലവഴിച്ചു കൊണ്ടിരുന്നു. കാം കെ ഉൻ നീരസ് കണ്ടയും മേം ഉസേ ആനന്ദ് കാ അനുഭവം നഹി ഹുവാ था. ജോലിക്കിടയിൽ അത്രയും നേരവും അവർ അല്പം പോലും ആനന്ദം അനുഭവിച്ചിട്ട് ഉണ്ടാവില്ല. കുച്ച് അഭിമാൻ സേ और कुछ विनय से, ഒരല്പം അഭിമാനത്തോടുകൂടി അല്പം വിനയത്തോടുകൂടി വഹ് ധീരെ സെ ബോല. അവർ എന്നോട് പതുക്കെ പറഞ്ഞു, जी हाँ, मैनेजर साहब ने भी इस बारे में मेरी तारीफ की है. മാനേജർ സാബും ഈ കാര്യത്തിൽ എന്നെ പ്രശംസിച്ചിട്ടുണ്ട്. ഹൈസ്കൂൾ में मुझे हस्तलिपि के लिए पहला पारितोषिक भी मिला था. ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഹാൻഡ് റൈറ്റിങ്ങിന് എനിക്ക് പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. कोई आश्चर्य की बात नहीं, मैंने कहा. അതിൽ അല്പം പോലും അതിശയിക്കാൻ ഇല്ല, അത്രയ്ക്ക് മനോഹരമാണ് നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് എന്ന് ഞാൻ പറഞ്ഞു, അഥവാ ലേഖകൻ പറഞ്ഞു. യഹ് ആനന്ദ് സെ ഖിലാ ഹുവ ചെഹറ അബ് ഭി മേരി ആംഖോം കെ സാമനെ. അവരുടെ ആനന്ദം നിറഞ്ഞ ആ മുഖം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഹോ സക്താ ഹെ കി उस दिन शाम को उसने अपने दोस्तों में इस छोटी सी घटना का जिक्र किया हो. അന്ന് വൈകുന്നേരം ചിലപ്പോൾ സുഹൃത്തുക്കളോടൊപ്പം ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരിക്കാം. या अपनी पत्नी से एक बात अभिमान के साथ कहती हो, അഥവാ തന്റെ ഭാര്യയോട് അഭിമാനത്തോടുകൂടി ഈ സംഭവം പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഉസ്മേ ഏക് ഗുൺ था, കാരണം അതിൽ ഒരു ഗുണം ഉണ്ടായിരുന്നു. उसके सच्चे मन से दाद दी गई, इसलिए वह खुश हो गया. ശരിയായ മനസ്സുകൊണ്ട് അവരെ അങ്ങ് പുകഴ്ത്തിയിരുന്നു, അതുകൊണ്ട് അവര് സന്തോഷിക്കുകയും ചെയ്തിരുന്നു. शायद दूसरे क्लर्क उसके इस गुण के कारण उससे जलते हो और उन्होंने कभी प्रशंसा का एक शब्द भी न कहा हो. ഒരുപക്ഷെ കൂടെ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ളവർ ഇത്രയും നല്ല ഹാൻഡ് റൈറ്റിംഗ് കണ്ടപ്പോൾ പുള്ളിയോട് ഒരു ജലസി തോന്നിയിട്ടുണ്ടാവാം. അതുമല്ലെങ്കിൽ ഈ ഹാൻഡ് റൈറ്റിംഗ് കണ്ടിട്ട് അവർ മൈൻഡ് പോലും ചെയ്തിട്ടുണ്ടാവില്ല. ലേക്കിൻ ആജ് തോ ഉസ്കെ ഗുൺ കി ഖദ്ർ കി ഗയി, ഇന്ന് പുള്ളിയുടെ ഗുണത്തിന് ഒരു പ്രശംസ ലഭിച്ചിരിക്കുന്നു. നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ് എന്ന് ലേഖകൻ പറഞ്ഞപ്പോൾ അവർക്ക് സ്വയം തോന്നി, ഇത്രയും വർഷങ്ങളായിട്ട് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് നല്ലതാണ് എന്ന് ഒരു മനുഷ്യൻ പറഞ്ഞിരിക്കുന്നു.
मुझे भी बड़ी प्रसन्नता हुई कि मैं उन थोड़े से शब्दों द्वारा उस क्लर्क के जीवन में किंचित मात्र भी क्यों न हो സുഖത്വ പഹുഞ്ച സക. എനിക്കും സന്തോഷമുണ്ടായി. കാരണം മേം ഉൻ ഥോഡേ സെ ശബ്ദവും ദ്വാര വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് ഉസ് ക്ലർക്ക് കെ ജീവൻ മേം ആ ക്ലർക്കിന്റെ ജീവിതത്തിൽ കിഞ്ചിത് മാത്ര ഭി ക്യോം നഹോ അല്പമാണെങ്കിലും സുഖത്വ പഹുഞ്ച സക അദ്ദേഹത്തിന് സുഖം പകർന്നു കൊടുക്കുവാൻ എനിക്ക് സാധിച്ചു. ഇതാണ് നമ്മുടെ ആനന്ദ് കി ഫുൽച്ചടിയാം. ആനന്ദ് കി ഫുൽച്ചടിയാം വളരെ ലെങ്തി ആയിരുന്നത് കൊണ്ട് നമ്മൾ 3 പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഏത് പരീക്ഷയ്ക്കും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുകൊണ്ട് ഈ ലെസൺ നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പമുള്ള ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.